ഞങ്ങളുടെ ജീവിതം നശിപ്പിച്ച ആ പ്രതിയെ തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യണം. ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതലൊന്നും പറയാൻ ഏതറ്റം വരെയും പോകും. ആ ഫോൺ വെച്ചിട്ട് അയാൾക്ക് വേറെ വ്യക്തിപരമായി മറ്റൊന്നും ചെയ്യാനില്ല. പിന്നെ അങ്ങനെ ചെയ്യുന്ന ഒരു ആളാണ് അയാൾ എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുമില്ല. കാർ ആക്രമിക്കുന്നത് ഞാൻ കണ്ടു എന്ന് കലാഭവൻ സോബി പറഞ്ഞിട്ട് പോലും ഇതുവരെ ആയിട്ടും ഒരു ഫോൺ കോൾ ചെയ്ത് കലാഭവൻ സോബി വിളിച്ച് നീ എന്ത് വൃത്തികേടോ താൻ ഈ പറയുന്നത്, എന്ത് അസംബന്ധമാണ്, എന്ത് തോന്നിയാസമാണ് താങ്കൾ ഈ വിളിച്ചു പറയുന്നത് എന്ന് ചോദിക്കാനുള്ള ചങ്കുറപ്പ് എന്തുകൊണ്ട് ലക്ഷ്മിക്ക് ഉണ്ടായില്ല എന്നുള്ളതിൻ്റെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ലക്ഷ്മി എന്താ ചെയ്യുന്നത്? ലക്ഷ്മി എന്നെ നേരിട്ട് കോടതിയിൽ പോയിട്ട് ഒരു അപേക്ഷ കൊടുക്കുക, കലാഭവൻ സോബിക്ക് എന്ത് ചെയ്യുക, ബ്രെയിൻ മാപ്പിംഗ് നടത്തുക എന്നൊരു അപേക്ഷ കൊടുക്കാനുള്ളത് ആരാണ്? ലക്ഷ്മിയല്ലേ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ രണ്ട് സ്ത്രീകളെക്കുറിച്ചാണ്, രണ്ട് വിധവകളെക്കുറിച്ചാണ്. ഒന്ന് മറ്റൊന്നുമല്ല, കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയെക്കുറിച്ച്. മറ്റൊന്ന് സ്വന്തം ഭർത്താവ് നഷ്ടപ്പെട്ട മഞ്ജുഷ, മറ്റൊന്ന് ഭർത്താവും തൻ്റെ 2 വയസ്സുള്ള മകളും നഷ്ടപ്പെട്ട മറ്റൊരു വിധവ, അത് മറ്റാരുമല്ല നമ്മുടെ ബാലഭാസ്കറിൻ്റെ ഭാര്യ ലക്ഷ്മിയെക്കുറിച്ചുമാണ്. ഈ രണ്ട് സ്ത്രീകളെക്കുറിച്ചാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്. ഈ രണ്ട് മരണവും, നവീൻ ബാബുവിൻ്റെ മരണമായിക്കോട്ടെ ബാലഭാസ്കറിൻ്റെ മരണമായിക്കോട്ടെ, രണ്ടും ഇപ്പോൾ ദുരൂഹത നിറഞ്ഞു നിൽക്കുകയാണ് അല്ലേ. അതായത് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ രണ്ടും ഒരു കൊലപാതകമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ. രണ്ടും അതിപ്പോൾ നവീൻ ബാബുവിൻ്റെ ആയിക്കോട്ടെ ബാലഭാസ്കറിൻ്റെ ആയിക്കോട്ടെ, ഈ ദൈവത്തിൻ്റെ കൈ എന്നൊക്കെ പറയും പോലെ പല സാഹചര്യത്തിലും ഇതിന് ഓരോ തെളിവുകൾ വരുന്നുണ്ട്. ഇത് എന്താണ് ഇതിൻ്റെ ദുരൂഹത വർദ്ധിക്കുന്നുണ്ട്. ഇതൊരു കൊലപാതകം തന്നെ, അല്ലെങ്കിൽ ഈ രണ്ട് കേസുകളും കൊലപാതകം തന്നെയാണ് എന്ന് സമർത്ഥിക്കുന്ന പിന്നീട് എന്താണ് തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നവീൻ ബാബുവിൻ്റെ കേസാണ് ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ എന്താ അറിയുന്നത്, പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ മുങ്ങി. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ അവസാനം എന്ത് ചെയ്തു, ഒരു വീഡിയോ ഇട്ടിട്ട്, ഒരു കഥകളിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇട്ടിട്ട് അതിനകത്ത് പുള്ളി പശ്ചാത്തപിക്കുമ്പോൾ എനിക്കൊരു തെറ്റുപറ്റി എന്നെ ആരൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അറിയാമല്ലോ, ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ പോകുന്നതും ഓപ്പറേറ്റ് ചെയ്യുന്നതും പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതും അതിനുശേഷം എന്ത് ചെയ്യുന്നു, ദുഃഖിച്ച് തലതാഴ്ത്തിയിരുന്ന വീഡിയോ ഒക്കെ നമ്മൾ പുറത്തു വന്നു. അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് പുള്ളിക്ക് അവിടെ എന്താണ് ഇതിനകത്തൊരു പങ്കുണ്ട് എന്നുള്ളതും. പുള്ളിയെ കാണാൻ പുള്ളി മുങ്ങി എന്ന് പറയുന്നു. അതുപോലെ പോസ്റ്റ്മോർട്ടമേ നടന്നില്ല എന്ന് പറയുന്നു. ഈ പറയുന്ന ആരാണ്, നമ്മൾ ഒരു പെൺകുട്ടി വന്നിട്ടുണ്ടല്ലോ, വീണാമണി എന്നല്ല പെൺകുട്ടിയുടെ പേര്, അങ്ങനെ എന്തോ ആണ്. ആ പെൺകുട്ടി വന്ന് പറഞ്ഞില്ല, പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം പോലും നടന്നിട്ടില്ല എന്നുള്ളതും. അതുമല്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്ന പല സംഭവങ്ങൾ കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ബാക്കിലുള്ള സ്ട്രെയിന്, അങ്ങനെ എല്ലാം കൂടി മൊത്തത്തിൽ കൂട്ടി വായിച്ചു കഴിഞ്ഞിട്ട് എന്താണ് അതൊരു കൊലപാതകം തന്നെ എന്നൊരു 95% വരെ നമുക്ക് വിശ്വസിക്കാൻ കഴിയും. അതുപോലെ തന്നെയാണ് ബാലഭാസ്കറിൻ്റെ മരണത്തിൻ്റെ കേസ്. ബാലഭാസ്കറിൻ്റെ മരണം ഏതാണ്ട് 6 കൊല്ലം കഴിഞ്ഞിട്ട് പോലും ഓരോ ഇടവേള, അത് അവിടെയും ദൈവത്തിൻ്റെ ഒരു കൈയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന അർജുൻ ഉൾപ്പെടെ എന്ത് ചെയ്തു, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്തത്, അറസ്റ്റിലായത്. അതായത് ബാലഭാസ്കറിൻ്റെ കൂടെ നിന്ന കൊറ്റ ചങ്കുകളായിട്ട് നിന്ന എല്ലാ സുഹൃത്തുക്കളും ഇപ്പോൾ നമ്മൾ മുമ്പ് ആരോപിച്ചുകൊണ്ടിരുന്ന ഇവരെല്ലാം സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധമുണ്ടെന്ന ആരോപണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് തെളിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവരെല്ലാം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ജയിലിലാണ്. പ്രകാശൻ തമ്പി ഇപ്പോൾ പുറത്താണ്. പക്ഷേ ഇവർക്കെല്ലാവർക്കും ഇതിനുമായിട്ട് ബന്ധമുണ്ട് എന്ന് നമുക്കറിയാം. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 2 സ്ത്രീകളുണ്ട്. ഒന്ന് ഈ പറയുന്ന മഞ്ജുഷ, ADM നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ, മറ്റൊന്ന് ലക്ഷ്മി, ബാലഭാസ്കറിൻ്റെ ഭാര്യ ലക്ഷ്മി. 2 പേർക്കും നഷ്ടങ്ങൾ സംഭവിച്ചു. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള 2 ഭാര്യയുടെ വ്യത്യാസമാണ്. മഞ്ജുഷ ഇവിടെ എന്താ ചെയ്യുന്നത്? മഞ്ജുഷ ഇവിടെ തുറന്നടിക്കുകയാണ്. ഏതറ്റം വരെ പോയാലും ശരി തന്നെയാണ്, ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ ഘാതകരെ കണ്ടെത്തും. ഞങ്ങളുടെ ജീവിതം നശിപ്പിച്ച ആ പ്രതിയെ തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യണം. ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതലൊന്നും പറയാൻ ഏതറ്റം വരെയും പോകും. മനസ്സിലായി. ഞാൻ കണ്ടെത്തി ഏതറ്റം വരെ പോയാലും ശരി തന്നെയാണ് ഞാൻ കണ്ടത്. അവരുടെ ദൃഢനിശ്ചയം അവരുടെ മുഖത്തിലുണ്ട്, അവരുടെ ബോഡി ലാംഗ്വേജിലൊക്കെ ഉണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും ശരി തന്നെയാണ് ഞാനിത് കണ്ടത്. കാരണം ആദ്യമൊക്കെ തൻ്റെ കൂടെ നിന്നവരെയൊക്കെ വിശ്വസിച്ച് ഇത് ബോഡി ദഹിപ്പിക്കുക വരെ ചെയ്തു അല്ലേ. ഇത് ബോഡി ദഹിപ്പിച്ചതിന് ശേഷം ഇവർ പോസ്റ്റ്മോർട്ടം ചാൻസ് ഇല്ല എന്നിട്ട് ബോഡി സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്തണമെന്ന് ദൃഢനിശ്ചയത്തോടെ ഒരു ഭാര്യ നീങ്ങുന്നു. അവിടെ മറുഭാഗത്തെ ലക്ഷ്മി, അതായത് ലക്ഷ്മി ചെയ്യുന്നത് എന്താണ്, ഈ ബാലഭാസ്കറിൻ്റെ കൂടെ നിന്ന ചങ്കുകളെല്ലാം നമ്മൾ ഇത് വർഷങ്ങളായി ആരോപിച്ചു കൊണ്ടിരുന്ന ഇവരെല്ലാം ഗോൾഡ് സ്മഗ്ലിംഗ് കേസിൽ മെമ്പറാണ് എന്നറിഞ്ഞിട്ട് കൂടി, ഇപ്പോൾ അതിൻ്റെ തെളിവ് സഹിതം അറിഞ്ഞിട്ട് കൂടി ഇപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അവിടെ വന്നിരിക്കുന്നത്. കേസ് വരുന്നതും അയാളുടെ വീട്ടിൽ നിന്ന് ആ ഫോൺ പിടിക്കപ്പെട്ടു എന്നൊക്കെ പിന്നെ അറിയുന്നത്. ആ ഫോൺ അതൊരു മറ്റൊരാളുടെ കയ്യിൽ ഇരിക്കുന്നതിൽ
വലിയ ബുദ്ധിമുട്ട്. കാരണം ബാലുവിൻ്റെ അപകട വാർത്തയായാലും എല്ലാവരും അറിഞ്ഞതാണ്. ആ ഫോൺ വെച്ചിട്ട് അയാൾക്ക് വേറെ വ്യക്തിപരമായി മറ്റൊന്നും ചെയ്യാനില്ല. പിന്നെ അങ്ങനെ ചെയ്യുന്ന ഒരു ആളാണ് അയാളെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുമില്ല. അതുകൊണ്ട് അതിൽ സംശയിച്ചൊന്നുമില്ല. കൊണ്ടുതരും എന്ന് പറഞ്ഞല്ലോ, പേഴ്സ് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞു, ഫോൺ കൊണ്ടുവരും, ഓക്കെ, ആ ഒരു ഇതിലിരിക്കും. പിന്നെ അതിൻ്റെ വൈരുദ്ധ്യം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ ലക്ഷ്മിയെ കുറ്റമല്ല, ഇതൊക്കെ നമ്മുടെ ചോദ്യങ്ങളാണ്. എന്തുകൊണ്ട് മനസ്സിലായില്ലേ? സ്വന്തം ഭർത്താവിൻ്റെ ഫോണ് ഒരു രക്തബന്ധവും കൂടി ഇല്ലാത്ത ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ മാസങ്ങളോളം ഇരിക്കുന്നു. അതിനെ ന്യായീകരിക്കുന്നത് എന്തുകൊണ്ട്? ബാലഭാസ്കറിൻ്റെ അച്ഛൻ വന്നിട്ട് കേസ് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്താണ് കേസ് കൊടുത്തു, പക്ഷേ അതിൻ്റെ സാമ്പത്തിക വശങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്യരുത്, നോക്കണ്ട എന്ന് പറഞ്ഞത് എന്തുകൊണ്ട്? ഇവിടെ നമ്മുടെ ഈ പറയുന്ന നവീൻ ബാബുവിൻ്റെ കേസ് കൊടുത്ത് നവീൻ ബാബുവിൻ്റെ അച്ഛനെക്കുറിച്ചോ അമ്മയെക്കുറിച്ചോ അവരുടെ കുടുംബത്തെക്കുറിച്ചോ നമുക്ക് വലിയ പിടുത്തുന്നില്ല. പക്ഷേ അവിടെ മുൻകൈയിട്ട് നിൽക്കുന്നതാണ്, സ്വന്തം ഭർത്താവിൻ്റെ ഘാതകനെ കണ്ടെത്തണമെന്ന് ദൃഢനിശ്ചയത്തോടെ നിൽക്കുന്നതാണ്, അത് ഭാര്യയാണ്. ഇവിടെ നേരെ മറിച്ച് ഇവിടെ ഭാര്യ ഒന്നും അടങ്ങും, ഭാര്യയ്ക്ക് അതിലൊരു ദുരൂഹതയുമില്ല. കൂടെ നിന്നവരെല്ലാവരും കള്ളക്കേസ് കടത്തുകാരും ഈ പറയുന്ന സ്വർണ്ണക്കടത്തുകാരുമാണെന്ന് തെളിഞ്ഞിട്ടുകൂടി ഭാര്യയ്ക്ക് അവരോട് ഒരു സംശയമില്ല. അതൊക്കെ സ്വാഭാവികമാണ് എന്നുള്ളതാണ്. ഇന്നലത്തെ ഈ ഒരു ഇൻ്റർവ്യൂവിൽ ഇന്ന് ഞാൻ കേട്ടു ഈ പറയുന്ന ലക്ഷ്മിയൊക്കെ ഹോസ്പിറ്റലിലൊക്കെ ആക്സിഡൻറ്റിന് ശേഷം ലക്ഷ്മിയുടെ വീട്ടുകാരല്ല, ഈ പറയുന്ന പിന്നെ വിഷ്ണുവും ഈ പറയുന്ന തമ്പിയൊക്കെയാണ് ഹോസ്പിറ്റലിൽ. അപ്പോൾ അവരുമായിട്ടൊരു ആത്മബന്ധം ഉണ്ട്. അതെന്തുകൊണ്ട്, എന്തിനങ്ങനെ ഒരു ആത്മബന്ധം വന്നു എന്നുള്ളത് നമ്മളൊരു ചോദ്യചിഹ്നമാണ്. മനസ്സിലായോ? ഇവിടെ കലാഭവൻ സോബി എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. കലാഭവൻ സോബി ഈ പറയുന്ന ആരാണ് നമ്മുടെ ലക്ഷ്മിയെ നമ്മളെല്ലാവരും കുറ്റപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ്? ഈ ഒരു വൈരുദ്ധ്യമാണ്. കൂടെ നിന്ന് ഫോൺ കൊടുത്ത് അവരെ എല്ലാം നിങ്ങൾ എന്ത് ചെയ്തു വെള്ളപൂശുന്ന രീതിയിൽ അവർക്കൊന്നും പ്രശ്നമില്ല. ഈ പറയുന്ന ഡ്രൈവറായ അർജുനെ വരെ അവൻ്റെ ചെല്ലപ്പേരായ അപ്പൂന്ന് പേരിട്ടാണ് വിളിക്കുന്നത്. സ്വന്തം ഭർത്താവിനെയും സ്വന്തം മകളെയും മരണത്തിന് കാരണമാക്കി, ഇതൊരു ആക്സിഡൻ്റ് ആണെങ്കിൽ മരണത്തിന് കാരണമാക്കിയ അർജുൻ, അതായത് റാഷായിട്ട് എന്ത് ചെയ്തു, കാർ ഒട്ടിച്ചു കൊണ്ടുവന്ന് 110 കിലോമീറ്റർ സ്പീഡിൽ വന്ന് മരത്തിലിടിച്ച അർജുൻ്റെ അടുത്ത് പോലും അവർക്കൊരു ദേഷ്യമില്ല, ഈ ലക്ഷ്മിക്കൊരു ദേഷ്യമില്ല. അവരെയും എന്തുകൊണ്ട് അവൻ കാരണമാണ് എൻ്റെ ഭർത്താവും എൻ്റെ കുഞ്ഞും നഷ്ടപ്പെട്ടത് എന്നൊരു വാക്ക് പോലും ഇതുവരെ കേട്ട ലക്ഷ്മി ഒരിടത്തും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. സ്വാഭാവികമാണ്, സ്വന്തം ഭർത്താവും സ്വന്തം മോളുമാണ് നഷ്ടപ്പെട്ടത്. എന്നിട്ട് ഇതുവരെയായിട്ടും അർജുനിൽ പോലും കുറ്റം പറയാൻ അവൻ അത് അങ്ങനെ മൊഴി മാറ്റിയതെങ്കിൽ അത് ഇന്നതായത്, അത് ചിലപ്പോൾ അവൻ മരിച്ചുപോയി അവൻ്റെ പേരിൽ കേസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത് എന്ന് ന്യായീകരിക്കുകയാണ് ഇവിടെ. അതുമല്ല, കലാഭവൻ സോബി എന്ന് പറയുന്ന വ്യക്തി ഈ കേസിന് ട്വിസ്റ്റ് വന്നേക്കുന്നത്, കലാഭവൻ സോബി എന്ന് പറഞ്ഞ വ്യക്തി കൂടെ ഞാൻ കണ്ടു, അതിനു മുമ്പ് ഈ പറയുന്ന ബാലഭാസ്കറുടെ കാർ ആക്രമിക്കുന്നത് ഞാൻ കണ്ടു എന്ന് കലാഭവൻ സോബി പറഞ്ഞിട്ട് പോലും ഇതുവരെ ആയിട്ടും ഒരു ഫോൺ കോൾ ചെയ്ത് കലാഭവൻ സോബി വിളിച്ച് നീ എന്ത് വൃത്തികേടോ താൻ ഈ പറയുന്നത്, എന്ത് അസംബന്ധമാണ്, എന്ത് തോന്നിയാസമാണ് താങ്കൾ ഈ വിളിച്ചു പറയുന്നത് എന്ന് ചോദിക്കാനുള്ള ചങ്കുറപ്പ് എന്തുകൊണ്ട് ലക്ഷ്മിക്ക് ഉണ്ടായില്ല എന്നുള്ളത് എൻ്റെ ക്വസ്റ്റ്യൻ. ചോദിക്കാമല്ലോ. ഈ കലാഭവൻ സോബി പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഈ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ലക്ഷ്മിയെ എല്ലാവരും കുറ്റക്കാരിയായിട്ട് കാണുന്നത്. ലക്ഷ്മിയെ എല്ലാവരും എന്താണ് ഈ പറയുന്ന ഒരു സംശയ ദൃഷ്ടിയിൽ കാണുന്നത് ആണല്ലോ. എന്തുകൊണ്ട് ഒരു കോൾ വിളിച്ചിട്ട് നിങ്ങൾ എന്ത് വിവരക്കേടാണ് ഈ വിളിച്ചു പോകുന്നത്? ഇത് നിങ്ങൾ ഈ വിവരക്കേടൊക്കെ വിളിച്ചു പോകുമ്പോൾ എല്ലാത്തിനും മറുപടി പറയേണ്ടി വരുന്ന ഞാനാണ്, നിങ്ങളുടെ ഈ വിവരക്കേടിൽ പ്രതിസ്ഥാനത്ത് വരുന്നത് ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മിക്ക് എന്തുകൊണ്ട് ഈ കലാഭവൻ സോബി ഒരിക്കൽ കൂടി ലക്ഷ്മി വിളിച്ചില്ല? അതുമല്ലെങ്കിൽ കലാഭവൻ സോബിക്കെതിരായിട്ട് കേസ് കൊടുക്കാത്തതേ കൊടുക്കാമല്ലോ. കലാഭവൻ സോബി ഇതുപോലുള്ള അനാവശ്യ കാര്യങ്ങൾ വിളിച്ചു പറയുന്നു, അത് എനിക്ക് സൈബർ അറ്റാക്കിംഗ് നേടിത്തരുന്നു, അതിന് നിങ്ങളൊരു തടയിടണം എന്ന് പറഞ്ഞുകൊണ്ടൊരു കേസ് കൊടുക്കൽ. അതുമല്ല വേണ്ട, ഇപ്പോൾ ബ്രെയിൻ മാപ്പിങ്ങിന് ആര് തയ്യാറാണെന്ന് പറയുന്നു? ഈ പറയുന്ന കലാഭവൻ സോബി തയ്യാറാണെന്ന് പറയുന്നു. ശരിയാണല്ലോ. ആ ബ്രെയിൻ മാപ്പിംഗ് അറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൃത്യമായിട്ട് ഇവൻ പറയുന്നത് കള്ളമാണോ സത്യമാണോ എന്ന് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഇപ്പോൾ ലക്ഷ്മി എന്താ ചെയ്യുന്നത്? ലക്ഷ്മി എന്നെ നേരിട്ട് കോടതിയിൽ പോയിട്ട് ഒരു അപേക്ഷ കൊടുക്കുക, കലാഭവൻ സോബിക്ക് എന്ത് ചെയ്യുക, ബ്രെയിൻ മാപ്പിംഗ് നടത്തുക എന്നൊരു അപേക്ഷ കൊടുക്കാനുള്ളത് ആരാണ്? ലക്ഷ്മിയല്ലേ. അവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ആ പറയുന്നതെല്ലാം കള്ളമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മിയെ ഇന്ന് കുറ്റപ്പെടുത്തുന്ന A to Z 100% ആൾക്കാർ ലക്ഷ്മിയുടെ കൂടെ നിൽക്കും. ആ കുറ്റപ്പെടുത്തിയതിൽ അവർ മാപ്പ് പറയും, അവർ മനസ്സുകൊണ്ട് വേദനിക്കും. പാപം ഇങ്ങനെയുള്ള ഒരു പെൺകൊച്ചിനെ ആണല്ലോ നമ്മൾ കുറ്റപ്പെടുത്തിയതെന്ന്. അപ്പം അതും ലക്ഷ്മി ചെയ്യില്ല. ലക്ഷ്മി ഇതുവരെക്കായിട്ടും കലാഭവൻ സോബിയുടെ കേസ്, സോബീനെ ഒന്ന് വിളിക്കുകയോ തനിക്കെതിരെ ഇത്രയും ഒരു തന്നെ പ്രതിസ്ഥാനത്ത് ആക്കുന്നതിന് മെയിൻ കാരണം എന്താണ്? ഈ കലാഭവൻ സോബി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റാണ്. അത് കഴിഞ്ഞ ഇൻ്റർവ്യൂ ചോദിച്ചു അതിനൊരു ഹാസ്യവൽക്കരിച്ചുകൊണ്ട് എൻ്റെ ഇതിലൊന്നും അങ്ങനെയൊന്നും നടന്നിട്ടൊന്നുമില്ല. അങ്ങനെ നടന്നിട്ടില്ലെങ്കിൽ പോയി കേസ് കൊടുക്കണമെന്നേ. അങ്ങനെ നടന്നിട്ടില്ലെങ്കിൽ ലക്ഷ്മി കേസ് കൊടുക്കണം. എന്തിനാ വെച്ചിങ്ങനെ? അല്ലാന്നുണ്ടെങ്കിൽ ബ്രെയിൻ മാപ്പിങ്ങിന് തയ്യാറാണെന്ന് പുള്ളി പറയുന്നു, അത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം അപേക്ഷ കൊടുക്കാനുള്ള ആരാണ്? ലക്ഷ്മിയാണ്. അപേക്ഷ കൊടുത്ത് ബ്രെയിൻ മാപ്പിംഗ് ചെയ്യുമ്പോൾ അവൻ പറയാൻ കള്ളവൻ തെളിഞ്ഞ് കഴിഞ്ഞാൽ തീർന്നില്ലേ?
അവിടത്തൂടെ ലക്ഷ്മിയുടെ നേരെ വരുന്ന ചോദ്യോത്തരങ്ങളെല്ലാം പോയില്ലേ? ലക്ഷ്മി അവിടെ ഇതാവില്ല. അപ്പം ലക്ഷ്മി അതും ചെയ്യുന്നില്ല. അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുമ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് സംശയങ്ങൾ തോന്നും. അതിപ്പം ആ കൊച്ചു മരിച്ചുപോയി, അല്ലെങ്കിൽ പിന്നീട് ഭർത്താവ് മരിച്ചു, സ്ത്രീ ആ ഒരു സഹതാപ സംഭവമൊക്കെ കഴിഞ്ഞു, അതൊക്കെ കഴിഞ്ഞു. അത് നമ്മൾ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല ലക്ഷ്മി അറിഞ്ഞുകൊണ്ടാണ് അത് ലക്ഷ്മി ഇതിൽ പങ്കുകൊണ്ടെന്ന്. പക്ഷേ എന്തൊക്കെ ലക്ഷ്മിക്ക് അറിയാമെന്നുള്ളത് സത്യം തന്നെയാണ്. അത് ചിലപ്പം കള്ളക്കടത്തുമായിട്ട് അല്ലെങ്കിൽ ഈ സാമ്പത്തികപരമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ചിലപ്പം എന്താണ് ലക്ഷ്മി ഉൾപ്പെടെ ബാലഭാസ്കർ ഉൾപ്പെടെ ഇതൊക്കെ ഇൻവോൾവ് ആയിരിക്കാം. പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും കൂടി ഉള്ളേ പോകും എന്നുള്ളൊരു സംഭവമായിരിക്കാം ഇതിനകത്ത്. അതൊക്കെ ശരി. പക്ഷേ എന്തായാലും ഇവിടെ ഒരു ക്രൈം നടന്നിട്ടുണ്ട്. ആ ക്രൈം നടത്തിയത് ആരാണ് ഈ കൊലപാതകം നടത്തിയത്, അത് കണ്ടെത്തണം എന്നുള്ളത്. അപ്പം ഞാൻ ഈ വീഡിയോയുമായിട്ട് വന്നത് ഇത്രയേ ഉള്ളൂ. 2 കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്, 2 ഭാര്യമാരും 2 വിധവകളാണ്. 2 പേരും തൻ്റെ ഭർത്താവിൻ്റെ നീതിക്ക് വേണ്ടി ഏത് രീതിയിലാണ് പെരുമാറുന്നത്. ഒരാൾ എന്തെങ്കിലും തൻ്റെ ഭർത്താവിൻ്റെ നീതിക്ക് വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീയാണ്, വളരെ ദൃഢ നിശ്ചയത്തോടു കൂടി നിൽക്കുന്നു. മറ്റേ സൈഡിൽ ലക്ഷ്മിയുടെ കേസ് വഹിക്കണമെങ്കിൽ നമ്മൾ സംശയിക്കുന്ന കള്ളക്കടത്തുമായിട്ട് അല്ലെങ്കിൽ സ്വർണ്ണ കടത്തുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ആരോപിച്ച് ജയിലിൽ വരെ ആയവരെ വെള്ളപൂശാൻ ശ്രമിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കൃത്യമായി കമൻറ്റായി രേഖപ്പെടുത്തും. നമുക്ക് വീണ്ടും കാണാം. ശരി.